സർവകലാശാല പ്രതിസന്ധിയിൽ സമവായ നീക്കത്തിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പിരിമുറുക്കമയഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്ഭവനുമായി ആശയവിനിമയം നടത്തിയതോടെ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഗവർണറെ കാണും. താൽക്കാലിക VC നിയമന വിഷയത്തിൽ സുപ്രീംകോടതിയിലെ അപ്പീലിൽ UGCയെയും കക്ഷി ചേർക്കാൻ ഗവർണർ പിരിച്ചുവിട്ട യോഗത്തിൽ പങ്കെടുത്തതിന് ജോയിന്റ് രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി VC. തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. എന്തായാലും ഈ കാര്യത്തിലൊരു സമവായമാകുന്നു. ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? മന്ത്രിമാർ രാജ്ഭവനിൽ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് ഈവനിങ്. സർവകലാശാല വിഷയങ്ങളിൽ രാജ്ഭവനും സർക്കാരും തമ്മിൽ സമവായത്തിൻ്റെ എത്തുന്നതിൻ്റെ സൂചനകൾ ഇന്നലെ തന്നെ ലഭ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളും ഇന്നലെ നമ്മൾ കണ്ടു. എന്നാൽ ഈ സമവായം സാധ്യമായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ അനൗപചാരിക ചർച്ചകളിലാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയുന്ന വിവരം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് രാജ്ഭവനുമായി അനൗപചാരികമായി ചർച്ച നടത്തി. ആ ചർച്ചകളിലാണ് ഈ ഇരുഭാഗത്തു നിന്നും വിട്ടുവീഴ്ചയ്ക്ക് ഉള്ള ശ്രമങ്ങൾ നടന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾക്ക് സർക്കാർ വലിയ തോതിൽ ഉത്തരം പറയേണ്ടി വരുമെന്നത് സർക്കാരിനെ ഇത്തരമൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇത്തരം ചർച്ചകൾ നടത്തിയത്. എന്തായാലും ഗവർണറും വിട്ടുവീഴ്ചയുടെ പാതയിലാണ്. ഈ അപ്പീൽ പോകുന്ന വിഷയത്തിലൊഴിച്ച് മറ്റൊരു കാര്യങ്ങളിലും കർശന സമീപനം സ്വീകരിക്കേണ്ട എന്നതിനുള്ള നിർദ്ദേശം രാജ്ഭവൻ ഗവർണർ നൽകിക്കഴിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തുകയാണ്. അതിനുശേഷം നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയെപ്പറ്റി രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നില്ല. അത്തരമൊരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എന്നാണ് രാജ്ഭവൻ നൽകുന്ന സൂചന. സുപ്രീം കോടതിയിലെ അപ്പീലിൽ UGCയെ കക്ഷി ചേർക്കാനുള്ള ശ്രമവും രാജ്ഭവൻ നടത്തുന്നുണ്ട്. കാരണം താൽക്കാലിക VCക്ക് സ്ഥിരം VCയുടെ എല്ലാ ചുമതലകളും എല്ലാ അധികാരങ്ങളുമുണ്ട്. അപ്പോൾ UGC മാനദണ്ഡപ്രകാരം ആകേണ്ടതല്ലേ ഈ നിയമനം എന്ന കാര്യമാണ് അപ്പീലിലൂടെ ഗവർണർ ആരായാൻ ശ്രമിക്കുന്നത്. അതുവഴി UGCയെ കേസിൽ കക്ഷി ചേർക്കാൻ കഴിയും എന്നാണ് രാജ്ഭവൻ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയിൽ സമവായമായിരിക്കുന്നു. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.